ആ മാഷായിരുന്നോ? ഞാൻ കരുതി പൗത്രനായിരിക്കും. പൗത്രൻ രാവിലെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരുന്നു. അതെ, എനിക്ക് വയസ്സ് 65. എന്നെ കണ്ടാൽ ആരോഗ്യമില്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു. മാഷിന് ഒരു ആരോഗ്യക്കുറവുമില്ല. ആരോഗ്യക്കുറവെന്നല്ല, സാധാരണ ആൾക്കാരെക്കാൾ കൂടുതൽ ആരോഗ്യം എനിക്കുണ്ട്. അടിച്ച് പല്ല് ഞാൻ താഴെയിടും. ഞാനേ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാണ്. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. എന്നോടാ അഭ്യാസം ഇറക്കുന്നത്. ചീത്തയാണെങ്കിൽ ലംബോരം മാഷ് മഹാ ചീത്തയാ. ഞാൻ എല്ലാത്തിനെയും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചൊരു കേസും പറയും. മാഷ എന്താ സംഭവം? എന്താ ഇത്തരം ധിക്കാരികളായ മനുഷ്യൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ വീട് വാടകയ്ക്ക് കൊടുത്തു പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം കാണിക്കാമെന്നോ? മാഷേ പെശകാണെങ്കിൽ ഈ മാഷ് മഹാപെശക. ഞാനിപ്പൊ ഈ കൊടയുമായി വന്നേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നത് വടിവാള് മാറ്റായിരിക്കും. എനിക്ക് അതിനൊരു മടിയില്ല. എടുത്തോണ്ട് വാടോ. താൻ വീട് വാടകയ്ക്ക് വന്നെന്ന് കരുതി താൻ ഈ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തലുണ്ടല്ലോ. പ്രായമാണെന്ന് നോക്കില്ല, തന്റെ തലമണ്ടല്ലോ അടിച്ച് പൊട്ടിച്ചിട്ട് പട്ടി കളഞ്ഞു കൊടുക്കും ഞാൻ. മിണ്ടടിക്ക വീട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ട് ഇയാള് പറഞ്ഞ തോന്നിയ സ്ഥലം നമ്മൾ നിന്ന് കേൾക്കണോ? വിടാൻ നടന്നു എന്റെ വിചാരം. തന്റെ കയ്യിലെ പൂത്ത കുറെ പൈസ ഉണ്ടാവും. അതിലും കൂടുതൽ പൈസ എന്റെ അപ്പച്ചന്റെ കയ്യിലുണ്ട്. എന്റെ അപ്പച്ചനോട് തന്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, കോട്ടയത്ത് നല്ല കൊട്ടേഷൻ പിള്ളേർ ഇങ്ങോട്ട് വന്നിട്ട് തന്റെ തലയിടില്ലേ ഇച്ച വിടിച്ച തല വെട്ടിക്കളയും. നോക്കിയോ? ഞാൻ ആലീസിന്റെ കാര്യമല്ല പറഞ്ഞത്, പിന്നെ അനുരാധയുടെ കാര്യമാ. ആരുടെ കാര്യം? അനുരാധ. ആരുടെ കാര്യം? അനുരാധ. കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കരുതെന്ന് പറയുന്നത് ഇതിനെയാണ്. എന്താ മാഷ സംഭവം? ആ വീട്ടിനടുത്തുള്ള എല്ലാവർക്കും ഇവരെ കുറിച്ച് ഭയങ്കര പരാതിയാ. മാഷ് പറഞ്ഞത് കേട്ടില്ലോ, കുറച്ചുകൂടെ ഒന്ന് ശബ്ദത്തിൽ പറയാമോ? എന്താന്ന്? ശബ്ദത്തിൽ പറയാമോ? ആ വീട്ടിനടുത്തുള്ള എല്ലാവർക്കും ഇവരെ കുറിച്ച് ഭയങ്കര പരാതിയാണെന്ന്. ഇവളും ആ വക്കീൽ എന്ന് പറയുന്ന പെണ്ണും കൂടി രാത്രി പാട്ടും ഡാൻസുമാണ്. പെൺകുട്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? മാഷ് അത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ ഇവിടെ പോയി പറയാനാണ്. ഡോക്ടർ അവളുടെ മേലുദ്യോഗസ്ഥനല്ലേ. ഡോക്ടർ പറഞ്ഞാൽ എന്താ? ഡോക്ടർ പറഞ്ഞാൽ അവള് കേൾക്കും. മാഷേ, ഇച്ചായ മൃഗ ഡോക്ടറാ. ഇച്ചായന് മൃഗങ്ങളെ മാത്രം ഉപദേശിച്ചേ ശീലമുള്ളു. അവള് മൃഗത്തെക്കാൾ കഷ്ടമാണ്. ഡോക്ടർ, എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ആശുപത്രിയിൽ അവളെ വേണമെന്നുണ്ടെങ്കിൽ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഡോക്ടർക്ക് നല്ലത്. മാഷ അവളെ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അവള് ഹോസ്പിറ്റലിൽ നിന്ന് പോയാൽ വേറെ നല്ല ആളുകൾ വരും, അത്ര തന്നെ. ആ വീട്ടിൽ വേറൊരു സ്ത്രീ ഉണ്ടല്ലോ, അംബിക. ഇവർക്കൊക്കെ അവരെ കണ്ട് പഠിച്ചാൽ എന്താണ്? എന്റെ അടുത്ത് ചോദിച്ചാ ഞാൻ എന്ത് പറയാൻ? മാഷെ ഒന്നും പറയാനില്ല നിൽക്കുന്നു. ഞാൻ പറഞ്ഞോളാം. അല്ല പിന്നെ എന്ത് പറയുന്നു? എന്താ പരിപാടി? ചായ കുടിക്കാൻ? ചായ ഞാൻ ഇട്ടാലേ കുടിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ഈ ചോദിക്കുന്നതിന് മറുപടി ഇതാ. ഈ ലംബോദരൻ മാഷിന്റെ വാക്കും കേട്ടോട്ട് അവളെ ഉപദേശിക്കാനാണ് പുറപ്പാടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാ മതി. അവളുടെ സ്വഭാവ മഹിമയൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. രാത്രി ആളുകളെ ശല്യം ഉണ്ടാക്കിയിട്ട് പാട്ടും ഡാൻസും കളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പണിച്ചായ അവള് കള്ളു കുടിച്ചിട്ട് തന്നെ ആയിരിക്കും. എന്റെ പൊന്നോ, ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ച് വരുന്നു. ഇതുകൊണ്ടാണ് ഇച്ചായനോട് ഞാൻ പറഞ്ഞത് അവളുടെ കോള് വന്നാൽ എടുക്കരുത്. പിന്നെ വിളിക്കുന്ന ആ നാശം പിടിച്ചവള്. നീ കോൾ എടുത്തവളെ ചീത്ത പറയരുത്. ഞാൻ അവളുടെ സീനിയർ ഓഫീസറാണ്. എനിക്ക് അവസാനം അവളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നീ കോൾ കട്ട് ചെയ്തോ കഴിഞ്ഞല്ലോ. ഈ ഡോക്ടർ ഒന്ന് ഫോൺ എടുക്കാത്ത? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. എന്താണ് മോളെ രാവിലെ തന്നെ ഒരു ടെൻഷൻ? ഞാൻ എത്ര നേരമായിട്ട് ഡോക്ടറിനെ വിളിക്കുന്നറിയോ? പുള്ളി ഫോൺ എടുക്കുന്നില്ല. മോളെ അനുരാധേ, അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാണ്. നീ എന്തിനാ ഈ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? വേറെ എത്രയോ പേരുണ്ട്. ഉണ്ട്. ഞാനൊന്ന് ചിരിച്ച് കാണിച്ചാൽ നൂല് പിടിച്ച പോലെ പുറകെ വരുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഓഫീസിലും ഉണ്ട് ദിവാരൻ ചേട്ടൻ. പിന്നെയും കുറെ പേരെ കിട്ടും. പക്ഷേ അതിലൊന്നും ഒരു റിസ്ക് ഇല്ല. റിസ്ക് എടുക്കുമ്പോൾ കിട്ടുന്ന രസം അത് വേറെയാ. റിസ്ക് എടുത്തേ അവസാനം ആലീസിന്റെ തല്ലും മേടിച്ചോണ്ട് വന്നേക്കരുത്. നിനക്കറിയാവോ, ഈ ആലീസിന്റെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാ ഞാൻ പണ്ടൊരിക്കൽ അവരുടെ പഴയ വീട്ടിൽ ചെന്ന് കയറിയത്. സത്യം. ഈ ഡോക്ടർ അന്ന് പേടിച്ച പോലെ ജീവിതത്തിൽ പിന്നെ പേടിച്ചിട്ടേ ഉണ്ടാവൂല. ഗുഡ് മോർണിംഗ്. അനുരാധയായിരുന്നോ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? അത് വെറുതെ ഞാൻ ഇങ്ങോട്ട് ഫയലുമായിട്ട് വരുന്നുണ്ടെന്ന് സദാശിവൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞതൊക്കെ എനിക്കറിയാം.
സാറിന്റെ മുഖത്ത് ഈ വെപ്രാളം കാണുമ്പോ തന്നെ അറിയാലോ. എന്റെ മുഖത്ത് ഒരു വെപ്രാളവും ഇല്ല. നമ്മുടെ ഒരു സപ്പോർട്ടിന് നമ്മളെ കാണാൻ വരുന്നതിൽ എന്തിനാ വെപ്രാളപ്പെടുന്നത്? പക്ഷെ ഉണ്ട്, വെപ്രാളം ഉണ്ട്. ഇല്ല. പിന്നെ അനുരാധ, ഞാനൊരു ഡോക്ടറാണല്ലോ. ആണല്ലോ. അനുരാധ LSI. അപ്പൊ ഒരു സീനിയറിനോട് കാണിക്കേണ്ട ബഹുമാനം ഞാൻ അനുരാധയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ, എനിക്ക് അല്ലെങ്കിൽ ഡോക്ടർ ഭയങ്കര ബഹുമാനമാണ്. ദൂരെ മാറി നിന്ന് ബഹുമാനിച്ചു. അതെ, എന്റെ ഭാര്യ ഒരു പ്രത്യേക പ്രകൃതക്കാരിയാ. അവർക്ക് ഈ വീട്ടിൽ ആൾക്കാർ വരുന്നതൊന്നും ഇഷ്ടമല്ല. അതെന്താ? അതെന്താണെന്നറിയോ, കൊച്ചിലെ ഇങ്ങനെയാന്നാ പറയുന്നത്. അപ്പൊ ആരെങ്കിലും നമ്മളെ കാണാൻ വരികയാണെങ്കിൽ എന്തിനാണോ വന്നത് അത് കഴിഞ്ഞുടൻ പോവാ. അയ്യേ, അങ്ങനെ കാര്യങ്ങളും പെരുമാറുവോ? ചിലരങ്ങനെയാണല്ലോ. പിന്നെ ഈ അനുരാധ എന്നോട് അധികം അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട. ചേച്ചി, എനിക്കത് ഉറപ്പ് പറയാനും പറ്റത്തില്ല. ചേച്ചി അനുരാധ. അനുരാധ. അതെ അതെ. എന്ത് വെച്ചായ എന്തടി വീട്ടിൽ വരുന്നവരെ ഇങ്ങനെ പുറത്ത് നിർത്തിയാണോ വർത്താനം പറയുന്നത്? വരുന്നില്ല. അത് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരെ ചോദിച്ചായത് അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം. ദൈവത്തെ ഓർത്ത് വേണ്ട അതിനെ ഒന്നും പറയരുത്. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചേച്ചി ഫയലും എടുത്തിട്ട് വരാം. പിടിക്ക്, സാറ് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ വിളിച്ചോളൂ. ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ സദേശം ചേട്ടൻ വിളിച്ചോളൂ. പിന്നെ സാറിനൊന്നും തോന്നരുത്, ഞാൻ സാറിന്റെ ഫോണിലൊന്നും വിളിക്കില്ല. സത്യം പറഞ്ഞ അങ്ങനെ വേണ്ടത്. അവിടെ സദാശിവൻ ചേട്ടനില്ലേ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സദാശിവൻ ചേട്ടൻ അടുത്ത് പറഞ്ഞാ പോരെ. അനുരാധ എന്തിനാ വിളിക്കുന്നത്? ഞാൻ എന്തിനാ വിളിക്കുന്നത്? അതെ, വിളിക്കണ്ട. അനുരാധ ഇരിക്കട്ടാ, ഞാൻ ഓടിപ്പോയിട്ടൊരു ചായ എടുത്തിട്ട് വരാം. അയ്യോ ചേച്ചി, ചായ ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുക. ഇട്ട് വെച്ചിരിക്കാ, പെട്ടെന്ന് എടുക്കാം. ഡോക്ടറെ, എന്നിട്ട് പോ. അവരെന്നെ കളിയാക്കിയതാണോ? എന്ത്? ഞാൻ ഭയങ്കര പുരുഷ വിരോധിയാണെന്നൊക്കെ അവരോട് ആരോ പറഞ്ഞു. ഇതാരോ എന്നെ കുറിച്ച് ഈ നോണൊക്കെ പറഞ്ഞു കിടക്കുന്നത്. നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞോട്ടെ. അതെ, നമ്മൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ആര് പറഞ്ഞാലും ഡോക്ടർ അങ്ങനെ വിശ്വസിക്കല്ലേ. ഞാൻ അങ്ങനെ പുരുഷ വിരോധിയൊന്നും അല്ല, പ്രത്യേകിച്ച് ഡോക്ടറിനോട്. താങ്ക്സ് ചേട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പെട്ടെന്ന് ഇറങ്ങി, മഴ വരുന്നു. ആണോ? നനയുന്നതിന് മുമ്പ് വീട് പറ്റാമല്ലോ. എന്റെ ഡോക്ടറിനെ കണ്ടുവിടുവോ? എന്റെ വണ്ടിയില്ല, വണ്ടിക്ക് ചെറിയ മിസ്സിങ് ആണോ? ആണ്. എന്റെ പൊന്നു ഡോക്ടറെ, ഇനിയെങ്കിലും ആ ശ്വാസവും നേരെ വിടില്ലെങ്കിൽ ചത്തുപോകും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നോർമലാ. എനിക്ക് ഡോക്ടറെ ഡോക്ടറുടെ ഭാര്യയും കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നയാ. കണ്ടില്ലേ, ഇനി പൊക്കോളൂ. പക്ഷെ എനിക്ക് പോവാൻ തോന്നുന്നല്ലോ. അയ്യോ, അങ്ങനെ പറയല്ലേ, പോണം. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞു. ഇങ്ങനെ വെപ്രാളം കാണിക്കുമ്പോഴേ ഡോക്ടർ കാണാൻ ഭയങ്കര ഭംഗിയാ. പൊക്കോ, അല്ലാതെ പോ. പോണോ? പോണം. നാളെ കാണണം. കണ്ടിരിക്കും. ഡോക്ടർ ഒന്നും അവിടെ ഇല്ല, എന്നിട്ട് ഭയങ്കര ബോറടിയായിരുന്നു. നാളെ ഉറപ്പായിട്ട് തന്നെ. തീർച്ചയായിട്ടും വരാം. പോട്ടെ എന്നാ. ഓ അനുരാധ, ഇവളെന്നെ അങ്ങോട്ടേ പോവും. എന്റെ പൊന്നനുരാധ, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിന്റെ ധൈര്യം ആഭാരം തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഡോക്ടർ എന്നോട് ഇതേവരെ ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല. എന്താ കാര്യം? എന്താ കാര്യം? ഇടി അങ്ങേർക്ക് എന്നെ ഇഷ്ടമാ, അത് തന്നെ കാര്യം. പിന്നെ ഈ ആലീസിനെ പേടിയുള്ളതുകൊണ്ടുള്ള ഉഴപ്പാ. ഇനി നിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ആലീസിന്റെ ഗുഡ് ബുക്കിലും കയറുക.